ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൊരു പുൽക്കൂടുണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പറ്റിയ ഒരു അന്തരീക്ഷവും സാഹചര്യവും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടൊരു വചനം വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് പറയുന്ന വാക്യം അവർ ഭവനത്തിൽ പ്രവേശിച്ചു എന്നാണ്. യേശു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. അതെങ്ങനെയാണ് ഭവനമായത്? അവർ ഇങ്ങനെയല്ല എഴുതേണ്ടത്. അവർ കാലിത്തൊഴുത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും ആരാധിക്കുകയും ചെയ്തു എന്നല്ലേ? അതെങ്ങനെയാണ് ഭവനമായത്? പ്രിയപ്പെട്ടവരെ, വീടിൻ്റെ ഭംഗിയോ വലുപ്പമോ, നിലത്തിട്ടിരിക്കുന്ന ടൈൽസിൻ്റെ ഭംഗിയോ വിലയോ, കാർപോർച്ചിലെ വാഹനത്തിൻ്റെ എണ്ണമോ അതിൻ്റെ വിലയോ ഒന്നുമല്ല. ഒന്നിനെ ഭവനമാക്കുന്നത് അവിടെയുള്ള ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യമാണോ? ദൈവസാന്നിധ്യമുണ്ടോ? ചെറിയ വീടായാലും അത് ദൈവാനുഗ്രഹത്തിൻ്റെ കൊട്ടാരമായി മാറും. ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ഭവനമായി മാറും. നമ്മുടെ എല്ലാ വീടുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ സ്നേഹമായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി അകലമുണ്ടാവും, ചിലപ്പോൾ ഇച്ചിരി പിണക്കമുണ്ടാവും, ചിലപ്പോൾ ഇച്ചിരി പ്രതിസന്ധി ആയിരിക്കും. മിണ്ടിയിട്ട് കുറേ നാളായി കാണും. ചെറിയ ചെറിയ കാര്യത്തിന് വലിയ പിണക്കൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും. നമുക്ക് ഈ ക്രിസ്മസിനോട് അടുത്തൊരുങ്ങുമ്പോൾ അതൊക്കെ മാറി ഭവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷമായി മാറട്ടെ. നമ്മുടെ മനസ്സുകൊണ്ടും ഐക്യപ്പെടാം, സ്നേഹത്തോടെ ആയിരിക്കാം. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷത്തോടെ പ്രാർത്ഥനയുള്ള ദൈവാശ്രയത്വത്തിലുള്ള ഒരുക്കം നടക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറട്ടെ. നല്ലൊരു ക്രിസ്മസ് നിങ്ങൾക്ക് ആശംസിക്കുന്നു. അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.